السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ബെഡ്റൂമിൽ നിസ്കരിക്കാൻ നമുക്ക് കഴിയുമോ, നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ബെഡ്റൂമിൽ എങ്ങനെയാണ് കിടക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ക്ലാസ് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്ലാസ് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അത് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുണ്ട്. അവർക്കെല്ലാം അല്ലാഹു തആല സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്നവർ അല്ലാഹു പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തിനോ അതിങ്ങനെ ദുആ ചെയ്തിരിക്കുന്നത് കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ മതിയല്ലോ എന്ന് പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുആ നമ്മുടെ ഏറ്റവും വലിയൊരു ഘടകമാണ്. ദുആഉ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഒരു ആയുധം ദുആയാണ്, അല്ലേ? ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ ആയുധമാണ് ദുആ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദുആ വളരെ നിർബന്ധമാണ്. പല ആൾക്കാരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുണ്ട്, അവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെഡ്റൂമിൽ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയും, നിസ്കരിച്ചാൽ എന്താ, ബെഡ്റൂമിൽ നിസ്കരിക്കാറുണ്ട്, നമ്മളെല്ലാവരും ബെഡ്റൂമിൽ നിസ്കരിക്കാറുണ്ട്. എന്നാൽ ചില ആൾക്കാർ സ്ഥലമില്ലാത്തത് കൊണ്ട് ബെഡിൻ്റെ മുകളിൽ, അത് കട്ടിലിൻ്റെ മുകളിലൊക്കെ നിന്ന് നിസ്കരിക്കാറുണ്ട്, അല്ലേ? റൂമിൽ ചിലപ്പോൾ ഇന്നത്തെ റൂമെന്ന് പറയുമ്പോൾ നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല എല്ലാ സംവിധാനങ്ങളും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അതിൽ ചിലപ്പോൾ കബോർഡിങ് വർക്കുകളൊക്കെ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് റൂമിൽ സ്ഥലമില്ലാതെ വരും. ജസ്റ്റ് നടന്നു പോകാനുള്ള ചിലപ്പോൾ സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ നമ്മൾ ചിലപ്പോൾ നിസ്കരിക്കുന്നത് ബെഡിൻ്റെ മുകളിൽ കയറിയിട്ടായിരിക്കും നിസ്കരിക്കുന്നത്. അപ്പോൾ ഈ ബെഡിൻ്റെ മുകളിൽ നിസ്കരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നിസ്കാരം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ മുന്നിലേക്കുള്ള ഏറ്റവും വലിയൊരു വണക്കമാണ്. ആ അള്ളാഹു തആല നമുക്ക് നിർബന്ധമായി ഓരോ വ്യക്തികളിലേക്കും നിർബന്ധമാക്കി തന്ന ഫറള് ഐനാണ് നിസ്കാരം എന്നുള്ളത്. അത് നജസുകളിൽ നിന്ന് ശുദ്ധിയായിരിക്കണം, ഷർത്ത്, അല്ലേ? നിസ്കരിക്കുന്ന സ്ഥലം നജസുകളിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. ചിലപ്പോൾ ബെഡ് എന്ന് പറയുന്നത് നമ്മൾ കിടന്നുറങ്ങുന്ന ഒരു മക്കാനാണ്, സ്ഥലമാണ്. ഈ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രിയിൽ നമ്മുടെ വായിൽ നിന്ന് ഒലിച്ചു വരുന്ന ഈള എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ സാധനം ആമാശയത്തിൽ നിന്നാണ്. അത് രാത്രി വരുന്ന ഈള എന്ന് പറയുന്നത് അത് നജസാണ്. ആ നജസ് ഉള്ള സ്ഥലത്ത് നമ്മൾ സുജൂദ് ചെയ്യുകയും നമ്മളോട് നിസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ നിസ്കാരത്തിൻ്റെ സഹീഹിന് കോട്ടം വരും. ആ നിസ്കാരത്തിൻ്റെ യഥാർത്ഥമായ പ്രതിഫലം നമുക്ക് കിട്ടില്ല, അത് കറാഹത്തുമാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ ബെഡ് നമ്മുടെ കുട്ടികളൊക്കെ കിടന്നുറങ്ങാറുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ ചിലപ്പോൾ രാത്രിയിൽ കിടന്നുമുള്ളാറുണ്ട്, അല്ലേ? കിടന്നുമുള്ളുന്ന സ്വഭാവമുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഈ കിടന്നുമുള്ളുന്ന കുട്ടികൾ ചിലപ്പോൾ അറിയില്ല, നമ്മുടെ ചെറിയ കുട്ടികളുടെ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചെറുങ്ങനെ വെള്ളമൊക്കെ എടുത്തിങ്ങനെ ആക്കി വിടുകയുള്ളൂ. പക്ഷെ എന്നാൽ അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ, ആ മൂത്രത്തിൻ്റെ ആ നജസിൻ്റെ അംശങ്ങളൊക്കെ ചിലപ്പോൾ ആ ബെഡിൽ ബാക്കിയാകാൻ ചാൻസ് ഉണ്ട്. ആ ബെഡിൻ്റെ മുകളിലാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ നിസ്കാരം സ്വഹീഹാകുന്നതല്ല. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ റൂമിൽ നിസ്കരിക്കുമ്പോൾ, ഇന്ന് നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ നിസ്കാര റൂമെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. നിസ്കാര റൂം ചിലപ്പോൾ കിബില പോലും ചില ആൾക്കാർ നോക്കാറില്ല. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വീടുണ്ടാക്കിയിട്ട് നിസ്കാര റൂമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് വേണ്ടുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചതിൻ്റെ കിബില നോക്കണം. കാരണം കിബിലയിലേക്കാണല്ലോ തിരിഞ്ഞുകൊണ്ട് നമ്മൾ നിസ്കരിക്കേണ്ടത്. കിബിലയിലേക്ക് നമ്മൾ തിരിഞ്ഞില്ലെങ്കിൽ നിസ്കാരം സഹിയാവൂലല്ലോ. അപ്പോൾ വീട്ടിൽ നിസ്കരിക്കുന്ന ആൾക്കാർ അത് കിബിലയിലേക്കല്ല എങ്കിൽ ആ നമ്മുടെ നിസ്കാരങ്ങൾ മുഴുവനും ബാത്തിലായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിസ്കാര റൂം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് നിസ്കാരത്തിൻ്റെ റൂം കിബിലയ്ക്ക് നേരെയാണോ എന്ന്, അല്ലെങ്കിൽ അതിലേക്കൊരു അടയാളം നമ്മൾ കൊടുക്കണം. നിസ്കാരത്തിൽ കിബിലയുടെ ഒരു അടയാളം അവിടെ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നിസ്കാരം സഹിയാവുള്ളൂ. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ റൂമിൽ നിസ്കരിക്കുമ്പോൾ നജസ്, നമ്മുടെ നമ്മളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നൊരു സ്ഥലമായതുകൊണ്ട് നജസ് ചവിട്ടിക്കയറാനും ചാൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നജസ്
നജസ് ചവിട്ടി കയറാൻ നമ്മൾ ചിലപ്പം വെളിയിൽ നിന്ന് ചിലപ്പോൾ കയറി വരുമ്പോൾ ചിലപ്പോൾ ചാണകത്തിൽ ചവിട്ടിയിട്ട് വരും. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ വസ്ത്രങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. ആ വസ്ത്രങ്ങളിൽ നിന്ന് നജസ് അവിടേക്ക് വീഴാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ബെഡിൽ നിസ്കരിക്കുന്ന സമയത്ത് ഖിബില നോക്കുന്ന വിഷയവും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പ്രത്യേകമായി വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നിസ്കാര റൂമൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. കാരണം ആ നിസ്കാര റൂമിൽ ഒരു പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാലൊക്കെ കഴുകി ശുദ്ധിയാക്കിയിട്ടാണ് ആ നിസ്കാര റൂമിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ സൗകര്യം ഇല്ലാത്ത കാര്യമാണ് പറയുന്നത് കേട്ടോ, സൗകര്യത്തോടെ ഉണ്ടാക്കുന്നവർ കാര്യമില്ല. സൗകര്യം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ധാരാളം. അപ്പോൾ അവർക്ക് നിസ്കാര റൂം കെട്ടാനുള്ള സൗകര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ റൂമിലായിരിക്കും നിസ്കരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ഊഹാപോഹത്തിൽ നിസ്കരിക്കരുത്. ആ ഖിബില കറക്റ്റായിട്ട് നോക്കിയിട്ട്, ഇന്ന് ഖിബില നോക്കുന്ന ആപ്പൊക്കെ നമുക്ക് ലഭ്യമാണ്. അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഖിബില അറിയാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ബെഡ്റൂമിൽ നിസ്കരിക്കുമ്പോൾ ഒന്ന് നമ്മൾ ഖിബില നോക്കണം. 2, നമ്മുടെ നജസ് ഒരുപാട് നജസ് പല രൂപത്തിലും വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു ഇടമാണ് നമ്മുടെ ബെഡ്റൂം, നമ്മുടെ റൂം എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവിയാണ് പൂച്ച. ഈ പൂച്ചയുടെ രോമം എന്ന് പറയുന്നത് അതിൻ്റെ ശരീരത്തിൽ നിലനിൽക്കുന്ന സമയത്ത് അത് നജസല്ലെങ്കിലും ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ അത് നജസാണ്. അപ്പോൾ ആ രോമം ചിലപ്പോൾ നമ്മുടെ മുസല്ലയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വീട്ടിൽ നിസ്കരിക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പൂച്ചയുടെ ഒരു സ്വഭാവം, അതിന് എവിടെ വസ്ത്രം കണ്ടാലും കയറി കിടക്കും. വസ്ത്രം അതേപോലെ തന്നെ നല്ല പരിവരുത്ത നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കയറി കിടന്ന് ഉറങ്ങാറുണ്ട്. പക്ഷേ ഇത് ഉറങ്ങിയിട്ട് എണീറ്റ് കഴിഞ്ഞാൽ ആ ഭാഗം മുഴുവനും അതിൻ്റെ രോമമായിരിക്കും. അപ്പോൾ ഇത് രോമം എന്ന് പറയുന്നത് നജസാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇത് നമ്മുടെ നിസ്കാരത്തിൻ്റെ തുണിയിലോ നിസ്കരിക്കുന്ന കുപ്പായത്തിലോ നമ്മുടെ മുസ്വല്ലയിലോ ഒക്കെ ഈ പൂച്ചയുടേതായ രോമമുണ്ട് എങ്കിൽ ആ നജസ് വെച്ചുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അത് നമ്മുടെ നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ റൂമിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ അവർ ചിലപ്പോൾ മലമൂത്ര വിസർജനം ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ കയറി നിസ്കരിക്കാൻ പാടില്ല. കാരണം നിസ്കരിക്കുന്ന സമയത്ത് അവർ വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കാനും നമ്മുടെ മുകളിൽ കയറാനും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ മുസല്ലയിലൊക്കെ വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ അവരെ ശുദ്ധിയാക്കി അവർക്ക് നല്ല വസ്ത്രങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ നിസ്കരിക്കാൻ കൈകെട്ടാനും പാടുള്ളൂ. ഇല്ലെങ്കിൽ ആ നജസുമായിട്ട് നമ്മുടെ മുന്നിൽ വന്നവർ നിൽക്കാൻ സാധ്യതയുണ്ട്. അത് കാരണമായിട്ട് നമ്മുടെ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ബെഡ്റൂമിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നമ്മൾ രണ്ടാമതായി പറഞ്ഞത് എങ്ങനെയാണ് കിടക്കേണ്ടത്. എങ്ങനെ വേണമെങ്കിലും കിടക്കാൻ കുഴപ്പമില്ല. നമ്മൾ എങ്ങനെ വേണമെങ്കിലും കിടക്കുന്നവരാണ്. തിരിഞ്ഞും മറിഞ്ഞും കമന്നും മലന്നും ഒക്കെ നമ്മൾ കിടക്കുന്നവരാണ്. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന സുന്നത്തായ രീതി എങ്ങനെയാണ് നമ്മൾ കിടക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, വടക്കോട്ട് നിങ്ങൾ തലവെച്ചുകൊണ്ട് തെക്കോട്ട് കാല് നീട്ടിയിട്ട് കിടക്കണം. അതായത് നിങ്ങൾ വലതുഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ നെഞ്ചുഭാഗവും നിന്റെ മുഖഭാഗവും ഖിബലയ്ക്ക് അഭിമുഖമായിട്ട് കിടക്കുന്ന രൂപത്തിൽ. സാധാരണ നിസ്കാരത്തിന്, അതായത് സുബഹി നിസ്കാരത്തിൻ്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് ബാങ്ക് വിളിച്ച് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ഒരൽപ്പം കിടക്കാറുണ്ട്. എങ്ങനെ? വലത് കൈയിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തലവെച്ചിട്ട് നെഞ്ച് ഖിബലയിലേക്ക് തിരിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചരിഞ്ഞ് കിടക്കാറുണ്ട്. അത് സുന്നത്തായ ഒരു കിടത്തമാണ്. അങ്ങനെ കിടന്നാരും ഉറങ്ങിപ്പോയി നിസ്കാരം കഥയാക്കരുത്. അപ്പം അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് കിടക്കേണ്ടത്. വടക്ക് ഭാഗത്തേക്ക് തലവെച്ച് തെക്ക് ഭാഗത്തേക്ക് കാല് നീട്ടിയിട്ട് നമ്മുടെ നെഞ്ചുഭാഗം ഖിബലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന, നമ്മുടെ മുഖമൊക്കെ ഖിബലയിലേക്ക് തിരിഞ്ഞ രൂപത്തിലാണ് നമ്മൾ കിടക്കേണ്ടത്. അങ്ങനെ കിടക്കുന്ന സമയത്ത് അങ്ങനെ കിടക്കണം. പിന്നെ ഉറങ്ങിക്കഴിയുമ്പോൾ ഏത് രൂപത്തിലാണെന്ന് അറിയില്ല. ചിലപ്പോൾ താഴെ നിന്നായിരിക്കും എണീറ്റ് വരുന്നത്, ചിലപ്പോൾ പല രൂപത്തിലാണ്, ചിലപ്പം തെക്കോട്ടായിരിക്കും തല കിടക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ പല രൂപത്തിലുണ്ട്. ഒന്ന് ആ രൂപമാണ്, അത് സുന്നത്തായ രീതിയാണ്. ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച രീതിയാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ മയ്യത്ത് കിടത്തുമ്പോൾ എങ്ങനെയാണ് കിടക്കാറുള്ളത്? ചില ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഉസ്താദ്, ചില ആൾക്കാർ ഇങ്ങനെ കിബിലയിലേക്ക് കാലും നീട്ടി വെച്ചുകൊണ്ട് കിടന്നുറങ്ങാറുണ്ട്, അത് അദബ് കേടല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ അവരോട് പറയാനുള്ളത്, കാല് നീട്ടി വെക്കലല്ല അവിടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മുഖവും നെഞ്ചും കിബിലയിലേക്ക് നേരെയാകലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മയ്യത്ത് കിടത്തുന്ന സമയത്തും നമ്മുടെ മുഖവും നെഞ്ചും കിബിലയിലാക്കാവുന്ന രൂപത്തിലാണ് നമ്മൾ കിടക്കുന്നത്. അത് സുന്നത്തായ ഒരു കിടത്തമാണ്, അങ്ങനെയാണ് കിടക്കേണ്ടത് കിബിലയിലേക്ക്. കാരണം ഉറക്കമെന്ന് പറയുന്ന രാത്രിയിൽ ഉറക്കമെന്ന് പറയുന്നത് ഇബാദത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഉറക്കം ഇബാദത്ത് എന്ന് പറഞ്ഞിട്ട് എല്ലാ സമയത്തും ഇബാദത്ത് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ പാടുണ്ടോ? അങ്ങനെയുള്ള ഉറക്കവും നാശത്തിൻ്റെ ഉറക്കമാണ് കേട്ടോ. നല്ല ജോലി ചെയ്യേണ്ട സമയം, വീട്ടിൽ അധ്വാനിക്കേണ്ട സമയം, വീട് പരിപാലിക്കേണ്ട സമയം, മക്കളെ നോക്കേണ്ട സമയം, ഇങ്ങനെ നമുക്ക് ഒരുപാട് കടമയും കർത്തവ്യമുള്ള സമയമുണ്ട്. ഈ സമയത്ത് കിടന്നുറങ്ങാൻ പാടില്ല. ആ ഉറക്കം കൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തുണ്ടാകും? ദാരിദ്ര്യമുണ്ടാകും, ആ വീട് നാശമായി പോകും എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അത് മാത്രമല്ല, രോഗങ്ങൾ കടന്നു വരാനും ചാൻസ് ഉണ്ട്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന ഉറക്കം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന ഉറക്കമാണ്. അത് നമ്മൾ ഉറങ്ങുക തന്നെ വേണം. നമ്മുടെ ശരീരത്തിന് ആശ്വാസമുണ്ടാകാനും നമ്മുടെ ശരീരത്തിന് വിശ്രമിക്കാനുള്ള വേളയാണ് ഉറക്കം എന്ന് പറയുന്നത്. ആ ഉറക്കം ഇബാദത്താണ്. അതുകൊണ്ട് ഒളുവെടുത്തുകൊണ്ട് നിങ്ങൾ കടന്നു വന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. ഒളുവെടുത്തിട്ട് വേണം ഉറങ്ങാൻ, അത് സുന്നത്താണ്. കാരണം ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്നവനിക്ക് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അവൻ ഉറങ്ങി എഴുന്നേൽക്കുന്നത് വരെയും അവന് വേണ്ടി ഇസ്തിഗ്ഫാറുകൾ ചൊല്ലും എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉറങ്ങേണ്ടത് ഈ രൂപത്തിലാണ് കിടന്നുറങ്ങേണ്ടത്. അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലിയിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ. കാരണം ഉറക്കം എന്ന് പറയുന്നത് ഒരു ചെറിയ മരണമാണ്. ഉറക്കം എന്ന് പറയുന്നത് മരണമാണ്. ആ ഉറക്കത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ തഖദീർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ഉറക്കത്തിൽ വെച്ചുകൊണ്ട് തന്നെ മരണപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെ? അതുകൊണ്ടാണ് അല്ലാഹുമ്മ ബിസ്മിക അമൂതു വാഹിയ, അള്ളാഹുവെ നിന്റെ നാമം കൊണ്ട് ഞാൻ മരിക്കുകയാണ്, നീ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത പകൽ എനിക്ക് കാണാൻ സാധിക്കും, ഞാൻ എഴുന്നേക്കും എന്ന നിയ്യത്തോടു കൂടിയാണ് ഓരോ മുഅ്മിനായ മനുഷ്യനും കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ഒരു മരണമാണ്. അതുകൊണ്ട് ആ ഉറക്കത്തിലെ അദബുകൾ നമ്മൾ പാലിക്കണം. കമന്ന് ആണുങ്ങൾ കിടക്കാൻ പാടില്ല എന്ന് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. കാരണം അത് കാരണമായിട്ട് വൈകാരികമായ ഒരുപാട് അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടും തെറ്റുകളിലേക്ക് പോകാൻ സാധ്യതയുള്ളത് കൊണ്ടുമാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ വരെ ഉണ്ടാകും എന്ന് ശാസ്ത്രലോകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കമന്ന് കടന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ശ്വസിക്കാൻ, നല്ല രീതിയിൽ ശ്വാസോച്ഛ്വാസം നടത്താൻ നമുക്ക് സാധിക്കാതെ വരുന്നു. വേണ്ടുന്ന ഓക്സിജൻ നമുക്ക് എടുക്കാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ് നിങ്ങൾ കമിഴ്ന്ന് കിടക്കരുത് എന്ന് ശാസ്ത്രം പറയുന്നു, വിശുദ്ധമായി ഇസ്ലാമും പറയുന്നു. അങ്ങനെ കിടക്കാൻ പാടില്ല. അല്ലാഹു തആല നമ്മളെ നന്നാക്കുമാറാകട്ടെ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ സൂക്ഷിക്കണം. കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.